അതൊന്നും വിഷയമേ അല്ല. നമുക്കതൊരു വിഷയമേ അല്ല. നമ്മളത് എന്താന്ന് പോലും വായിക്കുന്നില്ലല്ലോ. പിന്നെ നമുക്കത് അവൻ ശരിയല്ല നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ്റെ പേര് കാണുമ്പോഴേ നമ്മളെ കമൻറ്റ് എന്താണെന്ന് നോക്കത്തില്ല. പിന്നെ അവൻ എന്തോ എഴുതിയാലും അവിടെ ഒരു പ്രശ്നമില്ല. അവൻ അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാത്തവനാണ്. പിന്നെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേമ്പിച്ചും പോട്ട്, നമുക്കെന്താ, നമുക്കതൊരു വിഷയമേ അല്ല. അങ്ങനെ നോക്കിയാലൊന്നും ലൈവിലിരിക്കാൻ പറ്റൂല ബിജു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാലൊന്നും നമുക്ക് ലൈവിലിരിക്കാൻ പറ്റത്തില്ല. അവൻ എന്താന്ന് വെച്ചാൽ കുറച്ചോട്ടെ. അവൻ ഇനി മേലാൽ എനിക്ക് ലൈവിൽ കയറി അവൻ ഇത് ചെയ്യത്തില്ലല്ലോ. അവൻ്റെ വീട്ടിൽ നടക്കുന്ന അവൻ പബ്ലിക്കായിട്ട് ഒന്ന് പറയുന്നു. ഇപ്പം നമുക്ക് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന് തോന്നുന്നു അവൻ അവിടെ ടൈപ്പ് ചെയ്യുന്നു. നമുക്കതൊരു വിഷയമേ അല്ല. അവൻ്റെ പേര് കണ്ടാൽ പിന്നെ അതെന്താ എഴുതിയേക്കുന്നത് നമ്മൾ വായിക്കാറേ ഇല്ല. നേരത്തേക്ക് ഒരു ഇതായിരുന്നു, അയ്യോ എന്നൊക്കെ. ഇപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറേ ഇല്ല. അവൻ്റെ സ്റ്റാൻഡേർഡ് അവിടെ എഴുതുന്നതിന് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ നമുക്ക് തിരിച്ചതിനെപ്പറ്റി പറയാൻ പറ്റത്തില്ല. എന്നാൽ നമുക്കിപ്പോൾ അതേ രീതിയിൽ ഇപ്പം നമുക്ക് പൂരപ്പാട്ടൊന്നും നമുക്ക് പാടാൻ പറ്റൂലല്ലോ. കാരണം നമ്മൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, നമ്മളുടെ ഒരു ഫാമിലി കൾച്ചറുണ്ട്, നമ്മളുടെ ഒരു എന്താ പറയുന്ന രീതിയുണ്ട്. ഇപ്പം വന്നിട്ട് പിന്നെ അനാവശ്യം പറയുന്നവന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് പൊയ്ക്കൊണ്ടേ ഇരിക്കട്ടെ. നമുക്ക് അതൊരു വിഷയമേ അല്ല. അവൻ്റെ പേര് കണ്ടാൽ പിന്നെ അത് മെസ്സേജ് എന്താണെന്ന് പോലും നമ്മൾ നോക്കും.